Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. വരുന്നവരൊക്കെ വരട്ടെ. Good afternoon, ma'am. Good afternoon. Good afternoon. വരുന്നവരോട് നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉള്ള ഒരു കാര്യം ടീച്ചേഴ്സ് എന്നെ അറിയിച്ചത്, മിക്കവാറും എല്ലാവരും കുറെ പേരൊക്കെ പകുതിയിലധികം പേര് മീൻസ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന അത്രയും സ്റ്റുഡൻസ് ഇപ്പൊ ജോയിൻ ചെയ്യുന്നില്ല. പക്ഷെങ്കിലും കയറുന്നവര് ഒരു എന്താ പറയാ 80 ബിലോ എങ്ങാണ്ട് പിള്ളേർ കയറുന്നുണ്ട് സ്റ്റുഡൻസ്. അതിൽ പകുതി പേര് പോലും നമ്മൾ ബിഗിനിങ്, അതായത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണാറില്ല. അതായത് ഇപ്പൊ 1:30 നിങ്ങളുടെ ക്ലാസ്. ടീച്ചേഴ്സ് ഇവിടെ ഓൾറെഡി 5 മിനിറ്റ് മുമ്പ് വന്ന് പ്രസന്റ് ആണ്. പക്ഷെ കുട്ടികൾ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് അവര് എന്താ പറയാ ഓപ്പൺ ആക്കാത്തതാണ്. അത് ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ അത് കൃത്യമായിട്ട് കുറെ കഴിയുമ്പോഴാണ് പകുതി. ചില പിള്ളേരൊക്കെ ഒരു 3:45 1:45 ആകുമ്പോഴേക്കും കയറുന്നവരും ഉണ്ട്. ഇൻ ബിറ്റ്വീനിൽ തുടക്കം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടുന്നില്ല. ഇടയിൽ പിന്നെ നിങ്ങൾ അതെന്താണെന്ന് കൂടി പറയുമോ? ബിക്കോസ് നമ്മൾ അതിപ്പോ 2 3 പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഈ അടുത്ത ടോപ്പിക്കിലേക്ക് പോയേക്കണേ, അടുത്ത ഭാഗത്തേക്ക് പോയേക്കണേ. അപ്പൊ അത് വീണ്ടും കയറിയിട്ട് കിട്ടാത്ത ഭാഗത്തേക്ക് ചോദിക്കുന്നതിൽ അത്ര ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കയറാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ 1:30 മുമ്പേ തന്നെ 2 മിനിറ്റ് മുമ്പേ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക്. പക്ഷെ എങ്കിലും ഒന്നും കൂടി ഒരു ചാൻസ് കൂടി തരികയാണ്. നിങ്ങൾ ഇപ്പൊ എത്ര കുട്ടികളുണ്ടെന്ന് പറയും? 38 പേരാണ്. 38ൽ 36 കണക്കാക്കിയാൽ മതി. ഒരെണ്ണം ഞാനും ഒന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടുമാണ്. അപ്പൊ 36 സ്റ്റുഡൻസ് ആണ് ഇപ്പൊ. അപ്പൊ അത്രയും ആളുകൾ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പകുതി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്ര പേരൊക്കെ ഉണ്ടെന്ന്. അതായത് ഇടയ്ക്ക് 2 3 മിനിറ്റ് ഒക്കെ വൈകി കയറുന്നവര്, 1/4 മണിക്കൂർ വൈകി കയറുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടി ഒന്ന് എല്ലാ കാര്യങ്ങളും പക്കയാക്കുക. നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് നിങ്ങളും അതിന്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആ ട്രാക്കിലേക്ക് നിങ്ങളും കൂടി എത്തണം. ബോത്ത് ടീച്ചറും മാത്രം പോരല്ലോ. പിന്നെ നമ്മളിവിടെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കി 3 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഇത്ര റിപ്പീറ്റ് ചെയ്താലും നിങ്ങളും കൂടി വായിച്ചു നോക്കണം. ചില ആൾക്ക് അവിടെ തന്നെ ഇങ്ങനെ പഠിച്ച് പോകുക, അത് ഓക്കെ, ശരി. നമുക്ക് നമ്മളുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിലേക്കൊക്കെ എൻഗേജ് ആകാൻ അപ്പൊ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ബിഗിനിങ്ങിൽ തന്നെ 1:30 ക്ലാസ് ആണെങ്കിൽ 2 മിനിറ്റ് മുമ്പേ കയറുക. ക്ലാസ് എൻഡ് ചെയ്യുന്നത് വരെ നമ്മളത് അവിടെ തന്നെ ഇരിക്കാനും അത് നോട്ട്സ് ഒക്കെ നോക്കാനും ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ നോക്കുക കേട്ടോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞോളൂ, ഇനി ഞാൻ പറയില്ല. ലാസ്റ്റ് വാർണിംഗ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് രീതിയിൽ ഞാൻ പറയുന്നതാണ്. വാർണിംഗ് അല്ല, ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ തുടക്കം കൂടി കിട്ടിയാൽ അങ്ങനെ കണക്ട് ചെയ്തൊക്കെ പോകാം. ഇടയിൽ കയറുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ഈ രീതിയാണ്. അതായത് ഇടയ്ക്കിട്ട് കയറിയിട്ട് എന്താ പറയാ, ഇത് മനസ്സിലായില്ല, ആ ഒരു കാര്യം ഒന്നുകൂടി പറയൂ എന്ന് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് മനസ്സിലാക്കി നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം. ദാറ്റ്സ് ഓൾ. നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയേ? ക്ലാസ്സിലേക്ക് കിടക്കുകയാണേ. ഓക്കെ, നമ്മളെ ഏതാ പറഞ്ഞു നിർത്തിയ ഒന്ന് പറയാമോ? ഏഞ്ചൽ മരിയ ഒന്ന് പറയോ? ഏഞ്ചൽ മരിയ ഉണ്ടോ? ആ, എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയ ക്ലാസ്സില്? കാർഡിയോളജി പറഞ്ഞു നിർത്തിയത് അല്ലെ? കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ നോട്ട്സ് നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഔസേഫ് ആന്റണി പറയാമോ? ഉണ്ടോ അവിടെ? അങ്ങനെ ഒരാളുണ്ടോ ആ ഒരു അക്കൗണ്ടിൽ കയറിയിരിക്കുന്ന? നോട്ട്സ് എഴുതിയോ എന്നാണ് ചോദിക്കുന്നത്. കാർഡിയോളജിയില് നമ്മൾ എടുത്തു നിർത്തിയത് അവിടെയാണ്. എഴുതിയില്ല. നോട്ട്സ് എഴുതിയിട്ടില്ലല്ലോ. ഒരാളോട് കൂടി ചോദിക്കട്ടെ. എഴുതിയിട്ടുണ്ട് മിസ്സേ, കാർഡിയോളജിയുടെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. എഴുതിയ നോട്ട് ഒന്ന് വായിക്കാമോ? ഏതൊക്കെ ഹെഡ് എഴുതിയിട്ടുണ്ട്? CAD എഴുതി, കൊറോണറി ആൻജൈന എഴുതിയോ? ആൻജൈന എഴുതി, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് CABG, പേസ് മേക്കർ എഴുതി. ഓക്കെ, പിന്നെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഹാർട്ട് അറ്റാക്ക്, കൺജനിറ്റൽ ഡിഫക്ട് വരെ.
വെരി ഗുഡ്. അത്ര പേര് നമ്മൾ എഴുതി. ദാറ്റ് മീൻസ് ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. along with the notes, എക്സ്ട്രാ നോട്ട് ഇത് തന്നെയായിരുന്നു CAD, കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഷോർട്ട് ഫോം പറഞ്ഞു. CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, അതിന്റെ CABG എന്ന് ഷോർട്ട് ചെയ്താലും പറഞ്ഞു. അതിന്റെ എക്സ്പ്ലനേഷൻ തന്നു. പേസ് മേക്കർ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയാ, നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അത് ഹാർട്ട് അറ്റാക്കിന്റെ മറ്റൊരു വേർഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. അതെല്ലാം നോട്ടും കംപ്ലീറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു പോർഷൻ കംപ്ലീറ്റഡ് ആണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് അന്ന് തന്നെ അത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നതാ. ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മിസ്. ഇല്ല. സോ നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത ഭാഗം ഏതാണ്? അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണെന്നില്ലേ സ്ക്രീനില്? അനസ്തേഷ്യോളജി ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് ആണ്, അല്ലെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അനസ്തേഷ്യോളജി ആണ്. ഇതൊരു പ്രീ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മുടെ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർജറീസും അതുപോലെ തന്നെ പല പ്രൊസീജിയേഴ്സും, സർജറി മാത്രമല്ല വലിയ സർജറീസ് ഉണ്ട്, ചെറിയ സർജറീസ് ഉണ്ട്, ചില പ്രൊസീജിയേഴ്സ്, ഡ്രസ്സിങ്, തുന്നിക്കട്ടല്, സ്റ്റിച്ചിങ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല. സ്റ്റിച്ച് ഇടുക എന്ന് കേട്ടല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ, അത്തരം പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ സർജറീസോ നടക്കുന്നതിന് മുമ്പ് അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യൻസ് വിൽ ബി ബ്രോട്ട് ഫോർ ബിഫോർ സർജറീസ് ഓർ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർജറീസ് നടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നു. ബിക്കോസ് ദേ ഹാവ് ടു ബി അഡ്മിനിസ്ട്രേർഡ് അനസ്തേഷ്യ. അവർക്ക് എന്ത് കൊടുക്കാൻ? അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാൻ. പ്രധാനമായിട്ടും അനസ്തേഷ്യോളജി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 അനസ്തേഷ്യാസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ അനസ്തേഷ്യ എന്ന് വെക്കുമ്പോൾ അത് ബോധം കെടുത്താനുള്ള ഒരു മരുന്ന് അല്ലെ. അപ്പൊ നമ്മുടെ അൺകോൺഷ്യസ് ആക്കാനുള്ള ഒരു മരുന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാം ഒരുപോലെയാണോ? അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് അനസ്തേഷ്യോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുള്ളത്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ, അങ്ങനെ 3 ആയിട്ടാണ് നമ്മുടെ അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് അവരുടെ ആ ഒരു അനസ്തേഷ്യ മാനേജ് ചെയ്യുന്നത്. 3 രീതിയിലാണ്. ഏതൊക്കെയാണ്? ജനറൽ അനസ്തേഷ്യ, local anesthesia and regional anesthesia. So when we are seeing the difference between these 3, നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്താണ് ഇത് 3ഉം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. This first one is general anesthesia. In this, it's a medicine which is provided or administered by using a mask or IV cannula which is placed in the vein. അതായത് ഈ ഒരു അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ ഒന്നുകിൽ മെഡിസിൻസിലൂടെ മരുന്ന് കൊടുത്തിട്ട് മരുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നത്. എങ്ങനെ? ഒരു മാസ്ക് വെച്ചിട്ട്. മാസ്ക് വെച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മള് ശ്വാസം മുട്ടലൊക്കെ വരുമ്പോ നിങ്ങളൊരു എന്താ പറയാ, ഒരു മാസ്ക് വെച്ചിട്ട് എന്താ പറയാ, നമ്മുടെ നെബിലൈസ് ചെയ്യാന്ന് പറയില്ലേ അല്ലെ, നെബിലൈസേഷൻ നടത്താറില്ലേ. ആ നെബിലൈസേഷൻ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൊക്കെ വന്നേക്കുന്നവർക്ക് മനസ്സിലാകും. അത് ഭയങ്കര ശ്വാസം നമുക്കിങ്ങനെ എടുക്കുന്നതിൽ പ്രോബ്ലം വരുമ്പോ നമുക്ക് ഭയങ്കര ശരിയായ രീതിയിൽ ഒരു നോർമൽ സ്റ്റേറ്റിൽ നമ്മുടെ ശ്വാസം ഇൻഹെയിലും എക്സെയിലും നടക്കുന്നുണ്ട്. പക്ഷെ ഇൻ സം സിറ്റുവേഷൻസ് ചിലപ്പോൾ ചുമയൊക്കെ കൂടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അത്തരം അസുഖങ്ങൾ ഇടയ്ക്ക് വരുന്ന കുട്ടികളിലും വലിയവരിലും ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോ നമുക്ക് ഈ ഒരു മാസ്ക് വെച്ചിട്ട് ഈ ഒരു എന്താ പറയാ നെബിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര റിലീഫാണ്. എന്തോ ഒരു അനുഭൂതിയാണ്. കാരണം അത്രയും നേരം നമ്മള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അതൊരു മാസ്ക് വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് ഒരു സാധനം നമ്മുടെ മൂക്കിലേക്ക് ഒരു ആവി പോലെ, ഒരു വേപ്പർ പോലെ അടിക്കുന്നുണ്ട്, സ്റ്റീം അല്ലെ. അപ്പൊ ആ സ്റ്റീമിനകത്ത് അവര് ആ ഒരു ഇത് എന്താ പറയാ പ്ലഗിൽ കുത്തിയിട്ടാണല്ലോ, കറണ്ടിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിനകത്തേക്ക് ഒരു മെഡിസിൻ അവര് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ മെഡിസിൻ അതിനകത്ത് കൂടി നമ്മളുടെ ആ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടി നമ്മുടെ നേസൽ പാസേജിൽ കൂടി കയറി പോകും. മൂക്കി കൂടിയൊക്കെ കയറി അത് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുമ്പോൾ ഇറ്റ് വിൽ എന്താ പറയുക, നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നു ആ ശ്വാസം എടുക്കുന്നതിന്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇൻഹെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെഡിസിൻസ് ഈ പറയുന്ന മാസ്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മളെ കൊണ്ട് ഇൻഹെയിൽ ചെയ്യിപ്പിക്കുന്നു. സോ ദാറ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ, ആഫ്റ്റർ സം ടൈം, കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോൾ എന്ത് കഴിക്കും, വി ബിക്കം അൺകോൺഷ്യസ്. കുറച്ച് നമുക്ക് ആ നേരത്തേക്ക് നമ്മളുടെ എന്താ പറയാ ബോധ മനസ്സ് എന്താ പറയാ ഇങ്ങനെ സ്ലീപ്പിംഗ് മൂഡിലേക്ക് പോകും. നമുക്കൊരു ബോധം നഷ്ടപ്പെട്ടതുപോലെ ആകുകയും ചെയ്യും. അപ്പൊ ആ സമയത്താണ് സർജറീസും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ രീതിയിൽ ഹെയിലേൽപ്പിച്ചിട്ടായിരിക്കാം. അതല്ല എങ്കിൽ എന്താ പറയാ നമ്മുടെ ഈ വെയിൻസിൽ വെച്ചിരിക്കുന്ന IV കാനുലയില്, അത് IV കാനുല കേട്ടിട്ടില്ലേ, അതായത് നമ്മളുടെ ഇപ്പൊ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിപ്പോ കേട്ടിട്ടില്ല, അതിന്റെ പേരൊന്നും നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ടില്ലായിരിക്കും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും അറിയില്ലാത്തതുണ്ടാകും. അതായത് നമ്മളുടെ ഈ എന്താ പറയാ
എന്താ പറയാ നമ്മുടെ ഗ്ലൂക്കോസ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എപ്പോഴെപ്പോഴും വേണ്ടി വരുമ്പോ നമ്മൾ അഡ്മിറ്റ് ചെയ്തേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ നമ്മുടെ സീരിയസ്നെസ് ഓഫ് അവർ ഇൽനെസ് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ 3 നേരമൊക്കെ ഇഞ്ചക്ഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഞരമ്പ് പിടിച്ച് കുത്തണ്ടല്ലോ, അതിന് പകരം ഈ ഒരു ഞരമ്പിൽ നമ്മൾ ആ ഒരു IV ക്യാനുല പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ദേ ക്യാൻ മേക്ക് ദർ ഇഞ്ചക്ഷൻസ് വെനെവർ നെസസറി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് കൊടുക്കുന്ന സമയത്തും ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ വെയിലിൽ പ്ലേസ് ചെയ്തിട്ട് അതവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരെണ്ണം തീർന്നു ചിലപ്പോൾ 2 3 ബോട്ടിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുത്തിക്കേറ്റണ്ട. അപ്പൊ അവിടെ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം എന്താ പറയാ എംറ്റി ആകുമ്പോൾ അത് ബോട്ടിൽസ് ക്യാൻ ബി റീപ്ലേസ്ഡ്. അപ്പൊ ഇതിവിടെ ഇങ്ങനെ ക്യാനുല ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അത് വെച്ചിട്ട് അതിൽ കൂടി കൊടുത്തിട്ടായിരിക്കും മെഡിസിൻ കൊടുത്തിട്ടാകാം എന്താണ് പേഷ്യൻസിന് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ അത്തരം ഒരു അനസ്തേഷ്യ ജനറൽ അനസ്തേഷ്യ എന്നാണ് അറിയപ്പെടുക. മെഡിസിൻസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ത്രൂ മാസ്ക് ഓർ IV ക്യാനുല വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ വെയിൻ. ഈ 2 രീതിയിലാണ് അനസ്തേഷ്യ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ എന്ന് വിളിക്കുക. ആൻഡ് വെൻ ദിസ് അനസ്തേഷ്യ ബിക്കംസ് വർക്കിംഗ്, അതായത് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ദ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ്. എന്ത് ചെയ്യും? പേഷ്യന്റ് അൺകോൺഷ്യസ് ആകും. ആഫ്റ്റർ ദാറ്റ് ദേ ക്യാൻ ഡു വട്ടെവർ ഇറ്റ് ഈസ്, അതായത് അവർക്ക് ഉദ്ദേശിക്കുന്ന സർജറിയോ പ്രൊസീജിയേഴ്സോ, വലിയ സർജറിക്കൊന്നും ജനറൽ അനസ്തേഷ്യ ആയിരിക്കില്ല കൊടുക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിന് പറയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ സർജറീസ്, ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് മയക്കണം ആളെ. കാരണം ദേ മസ്റ്റ് നോട്ട് ഫീൽ എനി പെയിൻ. ആ ഒരു സാധനം ചെയ്യുമ്പോൾ മനുഷ്യനല്ലേ, മനുഷ്യൻ്റെത് ഒരു പച്ച മാംസം ഫ്ലഷ് ആണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു കൈ മുറിഞ്ഞാലോ ഒക്കെ നമുക്ക് വേദന അനുഭവപ്പെടും അല്ലെ, പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ ആ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോധമനസ്സിനെ അബോധ മനസ്സാക്കി മാറ്റുന്ന ഒരു പ്രൊസീജിയർ, അതിന് വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യയാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ജനറൽ അനസ്തേഷ്യ എന്താണെന്ന് മനസ്സിലായില്ലേ? which is administered through mask and IV cannula. Clear അല്ലേ? Okay. Then next one എന്താണെന്നറിയാമോ? ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ നമ്മൾ വിചാരിക്കും ലോക്കൽ ഭാഗങ്ങളിൽ കൊടുക്കുന്ന അനസ്തേഷ്യ. ഇറ്റ്സ് നമ്മുടെ ശരീരത്തിന്റെ ലോക്കൽ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. Here this type of anesthesia blocks the sensation of a particular area അല്ലെങ്കിൽ a small area. ഈ ലോക്കൽ അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അത് കൊടുക്കുന്ന ആ ഒരു പ്രത്യേക ഭാഗത്തെ ഏരിയ മാത്രം, കുറച്ച് ചുറ്റുപാട് മാത്രം നമ്മുടെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്നു. എന്താ സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പർശന ശേഷി, അതായത് അത് തൊടുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഫീലില്ല. നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഇവിടെ തൊടുമ്പോൾ നമുക്ക് അറിയാം അവിടെ എന്തോ തൊട്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ മേത്തൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൈ ഒക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഹൗ ഡു യു ഫീൽ? എന്തുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്? നമുക്ക് സെൻസേഷൻ ഉള്ളതുകൊണ്ടാണ്, സെൻസിറ്റീവ് ആണ് നമ്മുടെ സ്കിന്നൊക്കെ ഇതിന് റിയാക്ട് ചെയ്യും പെട്ടെന്ന്. ഇപ്പൊ കൊതുകൊക്കെ വന്ന് കുത്തുമ്പോ അതവിടെ കുത്തിക്കൊണ്ട് ഇത്രത്തോളം ഒരു ചെറിയ പ്രാണി വന്ന് ഇത്രയും വലിക്കാത്ത ശരീരത്തിനോട് കൊതുക് കുത്തുമ്പോ വൈ യു ആർ മേക്കിംഗ് ദാറ്റ്? എന്തിനാ നമ്മൾ അതിനെ അടിച്ചു കൊല്ലുന്നത്? ബിക്കോസ് നമ്മൾ അത് സെൻസ് ചെയ്തു അല്ലെ, അതവിടെ വന്ന് കുത്തുന്നത് നമ്മൾ അറിയേണ്ട, അല്ലെങ്കിൽ ഇത്രയും വലിയ ശരീരത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമില്ലായിരുന്നു അല്ലെ. അപ്പൊ നമുക്കൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി നമുക്ക് അറിയപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ ഏരിയ, ചെറിയ ഏരിയ മാത്രം അതിന്റെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് സം പ്രൊസീജിയേഴ്സ് ആ ഭാഗത്തെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി ഡെന്റിസ്റ്റുകളാണ് ഇത്തരം അനസ്തേഷ്യാസ് ഹാൻഡിൽ ചെയ്യുന്നത്. ബിക്കോസ് അവർക്കാണ് അങ്ങനെ ഒരു സ്മോൾ ഏരിയ മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്തത്. പല്ലെടുക്കുക, അല്ലെങ്കിൽ പല്ലില് റൂട്ട് കനാലിംഗ് കൊടുക്കുക, പിന്നെ എന്താ പറയാ അലൈൻമെന്റ് കറക്റ്റ് ആക്കുക, ജോ കറക്റ്റ് ആക്കുക. ജോ കറക്റ്റ് ആക്കുന്നത് താടിയിലൊക്കെ അല്ലേ ചില പല്ലുകളുടെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഈ ജോ ചിലപ്പോ ശരിയായ രീതിയിലാകില്ല. അപ്പൊ അത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലൈൻമെന്റ്, അത് മാത്രമല്ല വിടവുകൾ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നൊക്കെ കുട്ടികളൊക്കെ ഈ പറയുന്ന എന്താ പറയാ പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. ബിക്കോസ് അവർക്ക് അതിനെക്കുറിച്ച് അവരുടെ ഫേഷ്യൽ ആയിട്ടുള്ള അട്രാക്ഷൻ അല്ലെ, നമുക്കറിയാം അവരെ പല്ലൊക്കെ പൊങ്ങിയിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ പല്ല് പൊങ്ങിയുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല അല്ലെ. പക്ഷെ ഇന്ന് അതൊരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഇത്തരം ഡെന്റിസ്റ്റുകളുടെ അടുത്ത് ഇത്രയും ആളുകളും അല്ലെങ്കിൽ ഇത്തരം എന്താ പറയാ കൂടുതൽ അവർക്ക് കിട്ടുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഇത്തരം ആളുകളാണ്. കാരണം പല്ല് കറക്റ്റ് ചെയ്യുക, അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുക, വിടവുകൾ മാറ്റുക, എല്ലാം ഒരുപോലെ ആക്കുക, ജോ
കറക്റ്റ് ചെയ്യുക. ഇതൊക്കെ കുറിച്ച് പിള്ളേർക്കൊക്കെ ഭയങ്കര ബോധമാണ് അവര്. അതുകൊണ്ട് അവര് സമ്മതിക്കില്ല. ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും 10ഒക്കെ കഴിയുമ്പോഴേക്കും മിക്ക കുട്ടികളുടെയും, കാരണം അവരുടെ പല്ലിന്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന വ്യതിയാനം അവരത് കറക്റ്റ് ചെയ്യുന്നു എന്നാണ്. പണ്ടൊന്നും നമ്മളത് ശ്രദ്ധിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക്കൽ അനസ്തേഷ്യയാണ് ഈ ഒരു എന്താ പറയാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പല്ലിന്റെ സ്മോൾ ഏരിയ ബ്ലോക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോക്കൽ അനസ്തേഷ്യ ആണ് ഇതിനു വേണ്ടിയിട്ട് പർട്ടിക്കുലർലി ഉപയോഗിക്കുക. അപ്പൊ രണ്ടാമത്തെ അനസ്തേഷ്യ ലോക്കൽ അനസ്തേഷ്യ ആണ്. ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലോക്കൽ അനസ്തേഷ്യ. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മറക്കരുത്, ഡെന്റിസ്റ്റുകളാണ് ലോക്കൽ അനസ്തേഷ്യ കൈകാര്യം ചെയ്യുക. അപ്പൊ ഡെന്റിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അനസ്തേഷ്യ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലോക്കൽ അനസ്തേഷ്യ. നേരെ തിരിച്ചും ചോദിക്കാം അല്ലെ. ലോക്കൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ മീൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചാൽ ഡെന്റിസ്റ്റുകളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്. നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റീജിയണൽ അനസ്തേഷ്യ ആണ്. ഓക്കെ, റീജിയണൽ അനസ്തേഷ്യ. റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എന്നാണ്, ഒരു പ്രത്യേക ഭാഗം. റീജിയൻ ഒരു പ്രദേശം, ഒരു ഭാഗം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് എ സ്പെസിഫിക് portion of our body will be numbed by providing this regional anesthesia. ഈ റീജിയണൽ അനസ്തേഷ്യ പോലെയുള്ള അനസ്തേഷ്യ കൊടുത്താൽ എന്താ പ്രത്യേകത എന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ ഭാഗം മുഴുവൻ നമ്പ് ചെയ്യും. എന്താ നമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മരവിപ്പിക്കുക എന്നർത്ഥം. അപ്പൊ ആ ഭാഗം മുഴുവൻ അങ്ങോട്ട് മരവിച്ചു പോകുന്നു. യൂഷ്വലി ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളും അല്ലെങ്കിൽ അത്തരം അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്തത് കൂടുതലും സിസേറിയൻ പോലെയുള്ള സർജറീസിനാണ്. സിസേറിയൻ എന്താ പറയാ ഒരു ബിഗ്ഗസ്റ്റ് സർജറി ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് അറിയാലോ, കുറെ പേർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കും, സിസേറിയൻ നടത്തിയവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും അല്ലെ ഈ ഒരു അനസ്തേഷ്യ എവിടെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ല, എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പെയിൻഫുൾ ആണ്, സ്പൈനൽ കോഡിന്റെ അവിടെയാണ്, നടുവിനാണ്, മുതുകിനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചവരുണ്ടായിരിക്കും. ഓക്കെ, ബാക്ക് സൈഡിലാണ് ഇങ്ങനെ കുതിച്ചു നിർത്തിയിട്ടൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത്. ഓക്കെ, അറിയില്ല എനിക്ക്. സോ ദാറ്റ് അതന്നെ ഓർമ്മിപ്പിക്കല്ലേ, സോറി. ഓക്കെ, അപ്പൊ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഒരിക്കലും എന്താ പറയാ ഏറ്റവും വലിയ വേദന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ നമുക്ക് ഇഞ്ചക്ഷൻ തരുന്നു. ആ ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തുവരും പർട്ടിക്കുലർ പാർട്ട് ഓഫ് അവർ ബോഡി മുഴുവൻ ആ റീജിയൻ. മറ്റേത് സ്മോൾ ഏരിയ. അപ്പൊ പല്ലിന്റെ ഒക്കെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോ പല്ലിന്റെ എവിടത്തെ പല്ലാണോ എടുക്കുന്നത്, ഇപ്പൊ ഇവിടുത്തെ പല്ലെടുക്കണം അല്ലെങ്കിൽ അവിടുത്തെ പല്ലിന് റൂട്ട് കനാൽ ചെയ്യണം. അപ്പൊ ആ ഭാഗത്ത് മാത്രം ഒരു ചെറിയ കുഞ്ഞു കുത്ത്, ഒരു ചെറിയ ഇഞ്ചക്ഷൻ നമ്മൾ ഫീൽ ചെയ്യ പോലുമില്ല, കുഞ്ഞിതാ. അപ്പൊ അതിനെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ മരവിക്കും. അവിടെ റൂട്ട് കനാൽ ചെയ്യാനും ഒക്കെ ഇവര് ചെയ്യാറുണ്ട്. ആ ഏത് പർട്ടിക്കുലർ ഭാഗത്താണോ അവിടെ ഇഞ്ചക്ട് ചെയ്യും. ഇപ്പൊ 2-3 സ്ഥലത്ത് 2-3 കുഞ്ഞു ഇഞ്ചക്ഷൻസ്. അത് ആ മരുന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തെ സെൻസേഷൻ ബ്ലോക്ക് ആകും. അതേസമയം നമ്മുടെ റീജിയണൽ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയോ? ആ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി മുഴുവൻ നമ്പാകും, മരവിക്കും. ഇതിപ്പോ വയറില് ആണല്ലോ, സിസേറിയൻ ചെയ്യുന്ന വയറിലാണല്ലോ. അപ്പൊ ഇതിങ്ങനെ കിടത്തിയിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ കിടത്തിയിട്ട് ഇവരിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പെയിൻഫുൾ അല്ല എന്ന് പറഞ്ഞാൽ പെയിൻ മാത്രം ഫീൽ ചെയ്യുന്നില്ല. കാരണം അവിടെ മുഴുവൻ മരവിച്ചിരിക്കുകയാണ്. അത്രയും വലിയ മരവിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ ഇത്രയും വലിയൊരു ശരീരത്തില് ഇത്രയും വലിയ ഒരു അതന്നെ ലോവർ പാർട്ട് ഓഫ് ബോഡിനെ മൊത്തം നമ്പിയിരിക്കണമെങ്കിൽ അത്രയും വലിയൊരു ഇഞ്ചക്ഷൻ ആയിരിക്കണം കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലെ. അപ്പൊ സിസേറിയൻ പോലെയുള്ള എന്താ പറയാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ റീജിയണൽ അനസ്തേഷ്യ പർട്ടിക്കുലർലി അവര് കൊടുക്കുന്നത്. ബട്ട് ഈ സർജറിയുടെ സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ്, ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ആളുകളാണല്ലോ അനസ്തേഷ്യോളജിസ്റ്റ്, ദേ ഹാവ് ടു മോണിറ്റർ ദ ബ്ലഡ് പ്രഷർ ഓഫ് ദ പേഷ്യന്റ്. കൊടുക്കുന്ന അനസ്തേഷ്യ കൊടുക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ അവരുടെ ബ്ലഡ് പ്രഷർ നോക്കണം, ഹാർട്ട് റിതം എങ്ങനെയുണ്ടെന്ന് നോക്കണം, ടെമ്പറേച്ചർ നോക്കണം, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് എത്രത്തോളം ബോധാവസ്ഥയാണ് എന്ന് നോക്കണം. അപ്പൊ അല്ലാണ്ട് അനസ്തേഷ്യ മുതുകിന് കൊടുത്തിട്ട് അപ്പൊ തന്നെ കയറി കിടന്നോ വേഗം തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഒരു ഇത്തിരി സമയം അവരുടെ അത് ഫീൽ ചെയ്യുന്നുണ്ടോ, അവിടെ ആ ഭാഗങ്ങളിൽ വേദന ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പതുക്കെ മനസ്സിലാക്കി എടുത്തിട്ടാണ് സർജറിയിലേക്ക് കടക്കുള്ളൂ. മാത്രമല്ല എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ ലെവല് ഇതും നമുക്ക് പരിശോധിച്ചിട്ടൊക്കെയാണ് അനസ്തേഷ്യോളജിസ്റ്റ് അതൊക്കെ കൃത്യമാണെന്ന് റെക്കോർഡ് ചെയ്യുന്നു. അതിന് ശേഷം അസസ് ചെയ്തതിനു ശേഷമാണ് ചിലപ്പോൾ സർജറീസ് നടത്തുക.
ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ടൊക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നോക്കും. അപ്പോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഒരു അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. മറ്റേത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഓക്കെ ചിലർക്ക് ഇതൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിസേറിയൻ സെക്ഷൻ കഴിയുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും, അതുപോലെ ഷിവറിങ് വരും. അതിപ്പോ നോർമലിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ചിലർക്ക് ഷിവറിങ് ഉണ്ടാകും. അപ്പൊ നോർമൽ സ്റ്റേജിലുള്ള ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് പനിക്കുന്ന പോലെ ഭയങ്കര വലിയ എന്താ പറയാ എന്തെങ്കിലും ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട് മൂടാനൊക്കെ പറ്റുന്ന പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര വിറയല്, അതുപോലെ എന്തോ ഉള്ളിൽ ഭയങ്കര കുളിര് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ ബ്ലാങ്കറ്റ് വലിയ പുതപ്പൊക്കെ ഭയങ്കര ചൂടുള്ള സമയത്താണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കുന്ന പോലെ തോന്നും. സോറി, തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ ഉള്ളില്. അപ്പൊ വലിയ പുതപ്പിക്കും എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ അത് നോർമൽ കേസിലും ഉണ്ടാകാറില്ല. കാരണം നമ്മുടെ ബോഡിയിൽ നിന്നും വലിയൊരു എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയല്ലോ, അപ്പൊ അതിന്റെ ആ ഒരു ഷിവറിങ് ആണ്, ഒരു വിറയൽ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അനസ്തേഷ്യോളജി ഇതാണ് ഡിപ്പാർട്ട്മെന്റ്. എനിക്കും ഉണ്ടായിരുന്നു. അവിടെ ഓരോരുത്തർക്ക് അവരവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ സിസേറിയൻ ആയിക്കോട്ടെ നോർമലും ഇതൊക്കെ ചിലതൊക്കെ ഉണ്ടാകും. അപ്പൊ അത്തരം അനസ്തേഷ്യയില് എന്താ പറയാ ഇത്തരം എന്താ പറയാ ഈ അവരുടെ ഡോക്ടേഴ്സ് അവരുടെ സീരിയസ്നെസ് ഓഫ് ദ ഇൽനെസ് മനസ്സിലാക്കിയിട്ടാണ് വിച്ച് ടൈപ്പ് ഓഫ് അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് നോക്കുക. ഓക്കെ, വലിയ വലിയ ഓപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ എന്താ പറയാ റീജിയണൽ അനസ്തേഷ്യ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നമ്മളിങ്ങനെ വലിയ ഇപ്പൊ ഹാർട്ടൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അത്രയും ഒരു വലിയ ഭാഗം മുഴുവൻ അപ്പർ പാർട്ട് മുഴുവനൊക്കെ അതിന്റെ മരവിപ്പിക്കേണ്ടി വരും. അല്ലാതെ ജനറൽ അനസ്തേഷ്യ വെറുതെ ഇങ്ങനെ മൂക്കിൽ ഇൻഹേൽ ചെയ്തതുകൊണ്ട് മാത്രം ചിലപ്പോൾ ആള് അൺകോൺഷ്യസ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തരുടെ രോഗത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കിയിട്ടാണ് വിച്ച് ടൈപ്പ് ഓഫ് അനസ്തേഷ്യാസ് ടു ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് അറിയണം. എന്താണ് ഓക്കെ, പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ, 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആണ് അനസ്തേഷ്യോളജി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റെതായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ക്ലിയർ ആയോ? എല്ലാവർക്കും അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? ഓക്കെ, എല്ലാവരും ഒരുപാട് ഇപ്പൊ കൂടുതലും അല്ലെങ്കിൽ എന്താ പറയാ പെയിനൊന്നും സഹിക്കാൻ പെൺകുട്ടികളൊക്കെ ഇപ്പൊ എന്താ പറയാ താല്പര്യം കാണിക്കില്ല. ഭയങ്കര വേദനയൊക്കെ പെയിൻഫുൾ ആകുമ്പോ നോക്കി നിൽക്കുന്ന നമ്മളെ പാരന്റ്സും അതുപോലെ തന്നെ അവർക്കും വിഷമാണ് അല്ലെ. കുട്ടികൾ ഇങ്ങനെ ഒത്തിരി പെയിനൊക്കെ സഹിക്കുക. അപ്പൊ എങ്ങനെയെങ്കിലും പെട്ടെന്നൊക്കെ അതൊന്ന് കഴിയാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ അങ്ങോട്ടേക്ക് ഡിമാൻഡ് ചെയ്യും. സിസേറിയൻ നടത്തിക്കോ, നോർമൽ ആവുമ്പോ കുറച്ച് പെയിൻ പതുക്കെ വരുന്നു, വരുന്നത് ഇച്ചിരി കാഠിന്യത്തോടെ വരുന്നു, കുറച്ചു നേരം കഴിയുമ്പോ വീണ്ടും അതിനേക്കാൾ ഇരട്ടി വേദനയോടെ പുറത്തേക്ക് വരുന്നു. ഓക്കെ, അത് അപ്പൊ അവർ വെയിറ്റ് ചെയ്യും ഇത്ര സമയം. പക്ഷെ ഇഫ് എനി കണ്ടീഷൻസ് ഒക്കെ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവര് എന്താ പറയാ ഡെലിവറി സിസേറിയൻ ഒക്കെ ചെയ്യാനുള്ള അറേഞ്ച്മെന്റുകളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നു. കാരണം കൂടുതൽ നമ്മൾ വെയിറ്റ് ഒക്കെ അതെ അപ്പൊ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോ രണ്ടുപേർക്കും കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ ചിലപ്പോ എന്താ പറയാ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് അവര് കുറച്ചു നേരം ഒരു നോർമൽ ടൈം ഒക്കെ കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്യും. ഓക്കെ, അപ്പൊ അനസ്തേഷ്യാസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നെക്സ്റ്റ് വൺ എന്താ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തീവ്ര പരിചരണ വിഭാഗം അല്ലെ. തീവ്ര പരിചരണ വിഭാഗം, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU എന്ന് പേരുണ്ട്. CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പേരുണ്ട്. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റും എന്ന് പേരുണ്ട്. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. അപ്പൊ നമ്മുടെ ICUവിന്റെ മറ്റ് നെയിംസ് ഒക്കെ മറക്കാതെ പഠിച്ചു വെച്ചേക്കണം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് CCU അതാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU ആൻഡ് എന്താണ് നമ്മളുടെ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെയാണ് ഇതിന് പേരുകളുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പറഞ്ഞതാണ്. ഈ CCU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റില് ഇവിടെ എന്താണ് നമ്മളുടെ ആളുകൾ പേഷ്യൻസ് ദോസ് ഹു ഹാവ് ടു ബി ഗിവൺ ഇന്റൻസീവ് കെയർ, ഏറ്റവും കൂടുതൽ പരിചരണം കൊടുക്കണം എന്ന് തോന്നുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസിനെയാണ് ഹൈലി സ്പെഷ്യലൈസ് ചെയ്ത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലേക്ക് മാറ്റുക. യൂഷ്വലി ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് വിൽ ബി എങ്ങനെയുള്ളവരായിരിക്കാം?
എങ്ങനെയുള്ള ആളുകളാണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന്, റിക്കവറി റൂംസിൽ നിന്ന്, അല്ലെ, അല്ലെങ്കിൽ എമർജൻസി റൂമിൽ നിന്ന്, നമ്മുടെ കാഷ്വാലിറ്റി ആദ്യം പഠിച്ചത് കാഷ്വാലിറ്റിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും പേഷ്യൻസിനെ യൂഷ്വലി ഐസിയുലേക്ക് കൊണ്ടുവരാം. ഓടി നടന്നു വന്ന ആൾക്കാരൊന്നും ആദ്യം തന്നെ കൊണ്ടുപോയി ഐസിയുലേക്ക് കയറ്റാറില്ല, അല്ലെ. ചില സമയത്ത് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് അവരുടെ സിറ്റുവേഷൻസ് ഗോയിങ് ബാഡ്, മോശമാകുകയാണെങ്കിൽ പെട്ടെന്നുള്ള സിറ്റുവേഷൻസിൽ ഐസിയുലേക്ക് മാറ്റാറുണ്ട്. ഓക്കെ, കൂടുതൽ പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. അവിടെ കുറച്ച് കൂടുതൽ കെയർ കിട്ടും. നമ്മള് റൂമിൽ കിടക്കുകയാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചിലപ്പോൾ രാവിലെ വന്നു, റൗണ്ട്സിന് ഡോക്ടേഴ്സ് വന്നു, ചെക്ക് ചെയ്ത് പോകുന്നു, മെഡിസിൻസ് തരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ പറയാനോ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നേഴ്സ് വരുന്നു. അതർവൈസ് അവര് നമ്മളെ തിരിഞ്ഞു നോക്കില്ല, അവിടെ നമ്മൾ കിടക്കുകയാണ്. ഓക്കെ ഓക്കെ ഏതാ അപ്പോ ഇനി അത് കൂടാതെ വരുന്നത് എന്താ പറയാ, നമുക്ക് ഇപ്പൊ അല്ലാതെ വരുന്ന എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചില പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമല്ലോ. അപ്പൊ അവിടെ ഒന്ന് സ്റ്റേബിൾ ആക്കി അവർക്ക് വേണ്ട ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അവിടെ വരുന്ന കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന് വിൽ ബി ഗിവൺ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. പെട്ടെന്ന് തന്നെ അവർക്കുള്ള ട്രീറ്റ്മെന്റ്, അവരുടെ ലൈഫ് അവരെ ഇപ്പൊ ചിലപ്പോൾ മരണത്തിലേക്കോ അങ്ങോട്ട് തിരിച്ചോ മറിച്ചോ കിട്ടോ ഇല്ല എന്നുള്ള ഒരു ആശങ്കയിലുള്ള പേഷ്യൻസിനെ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം some patients will be shifted to ICU. ചിലപ്പോൾ അവിടേക്ക് മാറ്റും. ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട്, വലിയ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ പരിചരണം കൊടുക്കണം, കുറച്ച് കൂടുതൽ കെയർ കൊടുക്കണം. സാധാ പോലെയല്ല, എന്തെങ്കിലും ചില ഡീവിയേഷൻസ് അവരുടെ ആരോഗ്യത്തിൽ ഉണ്ടെങ്കിൽ സംടൈംസ് അത്തരം പേഷ്യൻസിനെയും ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിക്കവറി റൂമിൽ നിന്ന് ചില ആളുകൾ കുറച്ചിങ്ങനെ റിക്കവർ ചെയ്യേണ്ടവരുണ്ട്, ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കിടത്തിയിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവരെയും എന്താ പറയാ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും. ആൻഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാത്രമല്ല, ചിലപ്പോഴൊക്കെ കൂടുതൽ കെയർ, മോർ അറ്റൻഷൻ ടു ബി പ്രൊവൈഡഡ് ടു സം പേഷ്യൻസ്. കൂടുതൽ കെയർ അറ്റൻഷൻ ചില പേഷ്യൻസിന് ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് ആ ഒരു പേഷ്യന്റിന് മാത്രം നമ്മൾ അതുകൊണ്ട് അപ്പൊ വിചാരിക്കും ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അത് കിട്ടില്ലെന്ന്. തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അവിടെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് വേണ്ടി ഒരു നഴ്സ് അല്ല, അവിടെ 2-3 നഴ്സസ് ഉണ്ടായിരിക്കും. ആൻഡ് എ ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ്, ഒരു 10, 13, 15 ഒക്കെ ബെഡും ഉണ്ടാകും. അപ്പൊ അവിടെ നിൽക്കുന്ന നഴ്സുമാരൊക്കെയാണ് അവരെ മൊത്തത്തിലൊന്ന് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നോക്കണം, അവർക്ക് കെയർ കൊടുക്കണം. എന്നാൽ സം പേഷ്യൻസ് നീഡ് സം ഇൻഡിവിജ്വൽ അറ്റൻഷൻ, കുറച്ചുകൂടി വ്യക്തിപരമായിട്ടുള്ള ഒരു ശ്രദ്ധ വേണ്ട ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും. സച്ച് പേഷ്യൻസ് വിൽ ബി മൂവ്ഡ് ടു എവിടേക്കായിരിക്കും? ഐസൊലേറ്റഡ് റൂംസിലേക്കാണ്. എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട മുറിയിലേക്ക് അവരെ അവിടെ കിടത്തിയിട്ട് അവിടെ ഒരു നഴ്സോ ആരൊക്കെയാണോ വേണ്ട ബന്ധപ്പെട്ട ആളുകൾ അവരെ അവിടെ സ്പെഷ്യലൈസ്ഡ് ആ ഒരു പേഷ്യന്റിന് മാത്രം കെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അതാണ് ഐസൊലേറ്റഡ് റൂം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഐസിയുല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദർ വിൽ ബി ഓൺലി ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ്, കുറച്ച് ബെഡുകളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. വലിയ വാർഡിൽ 10-20 ബെഡൊക്കെ എടുക്കുന്ന പോലെ ഉണ്ടാവില്ല, 10-15 ഒക്കെ ആണ്. അത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ റൂൾസ്, സൈസ് ഒക്കെ അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലിലും എത്ര ICU ബെഡുകൾ വേണമെന്നൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാം. അത് അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ആഫ്റ്റർ എന്താ പറയാ ഈ ഒരു നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസിന് ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ വിൽ ബി സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്. ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യാൻ ഇവിടെ എങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആണോ കിടക്കുന്നത് അതനുസരിച്ചിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നഴ്സസ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കാം, അനസ്തെറ്റിക്സ്, അതായത് അനസ്തേഷ്യ പെട്ടെന്നൊക്കെ ചിലപ്പോൾ കണ്ടീഷൻസ് മോശമായി കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുത്ത് പെട്ടെന്ന് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കാം, ഡയറ്റീഷ്യൻസും ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരെല്ലാം അവരുടെ ആ ഒരു ചുറ്റുവട്ടത്തെ ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകണം. അല്ലാണ്ട് ഇതിവിടെ ICU എന്നും പറഞ്ഞ് ഇട്ട് കുറെ പേഷ്യൻസിനെ അവിടെ കയറ്റി കിടത്തിയിട്ട് എല്ലാവരും തോന്നിയ വഴിക്ക് നടന്നാൽ പോരാ. ഇതിന്റെ ചുറ്റുവട്ടത്തായിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ആരുടെയെങ്കിലും സിറ്റുവേഷൻസ് മോശമായാൽ അവരെ തിരിച്ച് ജീവൻ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന, ആ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയ എല്ലാ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, നഴ്സസ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഡയറ്റീഷ്യൻസ്, എന്താ പറയാ അനസ്തെറ്റിക്സ്, ഇവരൊക്കെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറോടൊപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. കിട്ടിയോ എന്താണെന്ന്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ മനസ്സിലായോ? എന്താണ്? 3 പേരുകൾ മറക്കണ്ട. ഒപ്പം ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ്, വെരി ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സ് ആണ് കേട്ടോ. വെരി ഫ്യൂ എന്ന് വെച്ചാൽ വെറും ഫ്യൂ അല്ല. വെറും ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാന്നാണ്, നെഗറ്റീവ് മീനിങ് ആണ്. ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്നവരല്ലേ അല്ലെ? ഫ്യൂ, എ ഫ്യൂ അല്ലെ, കേട്ടിട്ടില്ലേ? ലിറ്റിൽ, എ ലിറ്റിൽ,
എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം ഇല്ല എന്നാണ്. ഓക്കെ, ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഗ്ലാസ്സിലുണ്ടെന്ന്. ഓക്കെ, ഞാനത് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ കുറച്ച് ബെഡ്സ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ CCUവിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഫ്രം എവിടെ നിന്നൊക്കെ ആവാം, എമർജൻസി റൂമിൽ നിന്നായിരിക്കാം, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നായിരിക്കാം, റിക്കവറി റൂമിൽ നിന്നായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ, അവരുടെ ഒപ്പം തന്നെ നഴ്സസ്, പിന്നെ അനസ്തെറ്റിക്സ്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, അതുപോലെ തന്നെ ഡയറ്റീഷ്യൻസ്. ഡയറ്റീഷ്യൻസ് എന്തിനാ, ഈ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിനെ നോക്കാൻ എന്തിനാ ഡയറ്റീഷ്യൻസ് വേണമല്ലോ. അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് ഇന്ന പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുക എന്ന് അവർ പറയണം. ഓക്കെ, ഇന്ന രോഗവുമായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ഇന്ന തീവ്ര പരിചരണം ആവശ്യപ്പെട്ട് കിടക്കുന്ന പേഷ്യൻസിന് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ഷുഡ് ബി പ്രൊവൈഡഡ് എന്ന് അവരാ പറയുന്നത്. അപ്പൊ അവർ പറയുന്ന അനുസരിച്ച് മിക്കവാറും അവിടെ കിടക്കുന്നവർക്ക് എങ്ങനെയുള്ള ഫുഡ്സാ കൊടുക്കുക, ഫുഡ് ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിക്കൻ ബിരിയാണി ആയിരിക്കുമോ കൊടുക്കുക ഇവിടെ കിടക്കുന്ന പേഷ്യൻസിന്? ലൈറ്റ് ഫുഡ് ആയിരിക്കും, മിക്കവാറും ലിക്വിഡ് ഫുഡ് ആയിരിക്കും അല്ലെ. ലിക്വിഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ വാട്ടർ അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ കൺസിസ്റ്റൻസി ഇങ്ങനെ തിക്കാകുന്ന രീതിയിൽ ഉള്ള രീതിയിൽ അങ്ങനത്തെ ഫുഡൊക്കെ ആയിരിക്കാം, സെമി ലിക്വിഡ് ഫുഡൊക്കെ ആയിരിക്കാം കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഏത് രീതിയിലുള്ളതാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ പറയണമെങ്കിൽ ഡയറ്റീഷ്യൻസ് ആണ് അത് നിർദ്ദേശിക്കുക, സജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് അവരും അവിടെ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് മനസ്സിലായോ? അനസ്തേഷ്യോളജി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇത് രണ്ടുമാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകാം. ഡെർമറ്റോളജിയാണ്. ഓക്കെ, ഡെർമറ്റോളജി, the medical science which deals with the diagnosis, treatment and diseases of skin, hair, nails. പ്രധാനമായിട്ട് അതാണ് അല്ലെ. സ്കിന്ന്, ഹെയർ, നെയിൽസ്. നെയിൽ എന്താ, നഖം, അതുപോലെ ഹെയർ, മുടി, അതുപോലെ സ്കിൻ, നമ്മുടെ ത്വക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിസീസസ് എന്താണെന്ന് നിവാരണം ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമാറ്റോളജി. ഓക്കെ, മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് ഒരു ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് സച്ച് ആസ് ഡിസോർഡേഴ്സ് ഓഫ് അവർ സ്കിൻ, നേരത്തെ പറഞ്ഞത് തന്നെ സ്കിന്നിന്റെ ഡിസോർഡർ, ഹെയറിന്റെ ഡിസോർഡർ, മറ്റു കാര്യങ്ങൾ. മാത്രമല്ല വെനേറിയൽ ഡിസീസസ് ഉണ്ട്. അതായത് വെനേറിയൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള ചില രോഗങ്ങൾ എന്ന് വെച്ചാൽ അത്തരം റിലേഷൻഷിപ്പിൽ ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകൾ അത് ഉണ്ടാകാറുണ്ട്. ആർക്കെങ്കിലൊക്കെ ഉണ്ടാകും, അത് സ്ത്രീകളും പുരുഷന്മാരിലൊക്കെ ഉണ്ടാകും. മാത്രമല്ല അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് പ്രോബ്ലംസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് എല്ലാവരും നമ്മളൊക്കെ പരസ്യത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്മെറ്റിക്സ് വാങ്ങിച്ച് അവർ പറയും ഇതുപോലെ ആകും, അങ്ങനെയാകും, ഗ്ലാസി സ്കിൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അതിന്റെയൊക്കെ പിന്നാലെ പോയി അതൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ അതിനൊരു ഇത് കൊടുക്കും. എന്നിട്ട് അതൊക്കെ വാങ്ങി വാരിയൊക്കെ തേച്ച് പിടിപ്പിക്കും. അവസാനം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്കിന്നിന് വരുമ്പോൾ സ്കിന്നിന്റെ സ്ട്രക്ചർ മാറുന്നു, അല്ലെങ്കിൽ സ്കിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പാടുകൾ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ പ്രശ്നമായി അല്ലെ, ഉള്ള മോന്തയും കൂടി കളഞ്ഞു എന്ന് പറയാം. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക് പ്രോബ്ലംസ് ഒരുപാട് ആയിട്ട് ഒത്തിരി ആളുകൾ അത്തരം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. ആൻഡ് ഓൾസോ ഇറ്റ് മാനേജ് ദ പ്രോബ്ലംസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ആക്നെ, സ്കാർസ്, പിഗ്മെന്റേഷൻ, അൺവാണ്ടഡ് ഹെയർ, ഹെയർ ഫോള്, ഹെയർ ലോസ്, മോൾസ്, എന്താണ് വാട്സ്, ഏജിങ് സ്കിൻ, റിംഗ്ലിംഗ് സ്കിൻ, ഇതും ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെർമറ്റോളജിയിലാണ്. എന്താണ് ഈ സാധനമൊക്കെ? ആക്നെ എന്താ? ആക്നെ മുഖക്കുരു അല്ലെ. വെനേറിയൽ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗികപരമായിട്ട് സെക്ഷൽ എന്താ പറയാ റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടാകാവുന്ന ചില അസുഖങ്ങൾ, മീൻസ് ചില ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ആ ഒരു ഇതുകൊണ്ട് ഉണ്ടാകുന്ന. ഓക്കെ, അപ്പൊ അതാണ് അതും. അതുപോലെ തന്നെ എക്സ്ട്രാ കൊടുക്കുന്ന മാനേജ്മെന്റ് സർവീസസ് ഡെർമറ്റോളജിയിൽ ആക്നെ, മുഖക്കുരു. ഓക്കെ, പിന്നെ എന്താ സ്കാർസ് എന്ന് പറഞ്ഞാൽ എന്താ, വല്ല പാട് അടയാളമൊക്കെ ഇല്ലേ. അതായത് ഇപ്പൊ നമ്മള് പണ്ട് ചെറുതിലേക്ക് വല്ല വീഴ്ചയോ ഒക്കെ പറ്റുമ്പോ വല്ല സ്റ്റിച്ചൊക്കെ ഇട്ടതിന്റെ പാടുകളൊക്കെ മുഖത്തൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇരിക്കും. പണ്ടൊക്കെ ഇതിനൊന്നും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ അവിടെ തന്നെ ഇന്നേക്കോ പണ്ട് ചെറുതിലേ വീണ പാടാ, ആ പാട് ഇപ്പോഴും കഷ്ടപ്പാടായിട്ട് അവിടെ തന്നെ ഉണ്ട്. മീൻസ് അതൊന്നും പോയിട്ടില്ല. അപ്പൊ അത്തരം എന്തെങ്കിലുമൊക്കെ നല്ല അടയാളങ്ങളൊക്കെ, വീഴ്ചയിൽ പറ്റിയ അടയാളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഡെർമറ്റോളജി. പിന്നെന്താ പറയാ, പിഗ്മെന്റേഷൻ. എന്താ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ
ഈ എന്താണ് കരിവാളിപ്പ്, നമ്മളുടെ സണ്ണ് അടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മുഖത്ത് എന്താ പറയാ കണ്ണിന്റെ അവിടെ ഒക്കെ ചുറ്റും അല്ലെങ്കിൽ മുഖത്ത് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പിഗ്മെന്റേഷൻ. വെറ്റിലഗോ എന്താണ്? പാണ്ഡുരോഗം അല്ലെ? അത് കുറച്ച് ഇന്നൊക്കെ കുറച്ചും കൂടി പോപ്പുലർ ആയിട്ട് കാണുന്ന ഒരു അസുഖമൊക്കെയാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് അതിന് ഒരു പരിധി വരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ തന്നെയാണ്. നമ്മൾ എന്താ പറയാ പലതരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ കഴിക്കുന്ന ഫുഡുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസും ഒക്കെ ആയിരിക്കാം, വട്ടവറിന്റെ മേ ബി. എന്തായാലും അതൊക്കെ ഒരു പരിധി വരെ ഒക്കെ ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നതുണ്ട്. ഹെയർ ഫോളും ഹെയർ ലോസും ഉണ്ട്. പിന്നെന്താ മോൾസ്, അൺവാണ്ടഡ് ഹെയർ ഉണ്ട്. അൺവാണ്ടഡ് ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത രോമ വളർച്ചയുണ്ടല്ലോ. അതായത് സ്ത്രീകളില് പുരുഷന്മാരുടേത് പോലെ ചിലപ്പോ താടിയിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒക്കെ ചില രോമ വളർച്ച, അതൊക്കെ അത് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകള്. പിന്നെ മോൾസ് എന്താ? മറുക് അല്ലെ? മറുക് റിമൂവ് ചെയ്യുന്നതുണ്ട്, വേണമെങ്കിൽ ഫിക്സ് ചെയ്ത് നോക്കും. ഇന്നിപ്പോ കുറെ ആൾക്കാരൊക്കെ പണ്ടത്തെ ഫിലിം സ്റ്റാർസ് നടികളൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവരുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ് എവിടെയെങ്കിലും ഒരു മോൾ, ഒരു മുഖത്ത് ഫേസില്. അത് മിക്കവാറൊക്കെ ഇവിടെ നമ്മൾ കുട്ടികൾക്ക്, കുഞ്ഞു പാവകൾക്ക് ഇട്ട് കൊടുക്കും അല്ലെ? ഇവിടെ എന്തിട്ട് കൊടുക്കും? ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുക്കും ഇല്ലേ? കണ്ടല്ലേ? കൊച്ചുകുട്ടികളെ ജനിച്ചിട്ട് കുറച്ച് നാളുകൾ വരെയൊക്കെ നമ്മള് കണ്ണെഴുതി 15 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കണ്ണെഴുതും പൊട്ടൊക്കെ തോന്നും. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വലിയ സാധനം ഒന്ന് വെക്കും. അത് ബ്യൂട്ടി സ്പോട്ടാണ്. അപ്പൊ ആ ബ്യൂട്ടി സ്പോട്ടിലേക്ക് കണ്ണുടക്കാനും കുട്ടിയെ കണ്ണു വെക്കാതിരിക്കാൻ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെ വെക്കുക. പക്ഷെ ഇന്ന് ആളുകള് അതൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മളുടെ ടാറ്റു ക്രിയേറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ടാറ്റൂസ് ഒക്കെ. ചില ആൾക്കാർ ഇന്ന് എവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ ടാറ്റൂസ് ഒക്കെ ആയിട്ടൊക്കെ അടിക്കും. ഈ മോൾസ് ഉണ്ടാക്കുന്നതും ഇന്ന് ടാറ്റൂവിലൂടെ ഒക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും, ബ്ലാക്കിഷ് കളറില്. പിന്നെ എന്താ പറയാ, പുരുകമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ. അപ്പൊ പുരുകത്തിനൊക്കെ ഷേപ്പ്ലെസ് ആണ്. പുരുകത്തിൽ അധികം ഹെയർസ് ഇല്ല, അത് ഭയങ്കര തിന്നായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. എന്തൊക്കെയോ പെർമനന്റ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും. അപ്പൊ പിന്നെ എഴുതാനും പോകണ്ട, എന്താ പറയാ, എന്തെങ്കിലും അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ. പിന്നെ എന്താ പറയാ, നമ്മുടെ വാട്സ് അരിമ്പാറയും ഒരു പ്രശ്നമാണ്. ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും കഴുത്തിന് ചുറ്റും, കയ്യില്, എന്താ പറയാ ഷോൾഡേഴ്സിലൊക്കെ ഈ പറയുന്ന സാധനം ഇടയ്ക്ക് നമ്മൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പെട്ടെന്നാണ് അപ്പിയർ ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെ നമ്മൾ പക്ഷെ അത്രയും നോട്ടീസ് ചെയ്തിട്ടുണ്ടാകില്ല. ഇങ്ങനെ വരുന്ന അത്തരം വാട്സ്, അരിമ്പാറ. പിന്നെ ഏജിങ് സ്കിൻ ആൻഡ് റിംഗ്ലിംഗ് സ്കിന്നാണ്. അതായത് ചുളിവുകൾ നമ്മുടെ എന്താ പറയാ ഫേസിലോ അല്ലെങ്കിൽ കൈകളിലോ കാലിലോ ഒക്കെ നമ്മുടെ ഏജ് കൊണ്ട് ഉണ്ടാകാവുന്ന ചുളിവുകൾ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ബിക്കോസ് ഇതൊക്കെ മാറ്റി കൊടുക്കുന്നത് കൊണ്ടാണല്ലോ കുറെ സെലിബ്രിറ്റീസ്, അവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിനാവശ്യം. കാരണം അവരൊക്കെ അവരുടെയൊക്കെ ഏജിങ് സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ചുളിവുകളൊക്കെ അധികം ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്തരം ട്രീറ്റ്മെന്റുകൾക്കൊക്കെ നമുക്ക് ഡെർമറ്റോളജി ഒരു എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ് നമ്മുടെ ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുറച്ചൊന്നുമില്ല. സ്കിൻ പ്രോബ്ലംസ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. വെച്ചിലേക്കോ പാണ്ഡുരോഗം, സോറി ഞാൻ അവിടുന്ന് കണ്ടിരുന്നു, പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ വിട്ടുപോയി. വെച്ചിലേക്കോ എന്ന് പറഞ്ഞാൽ പാണ്ഡുരോഗമാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഒരുപാട് സ്കിൻ, ഹെയർ, നെയിൽ പ്രോബ്ലംസ്, കോസ്മെറ്റിക് പ്രോബ്ലംസ്, വെനേറിയൽ ഡിസീസസ് ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം മുഖക്കുരു, പാണ്ഡുരോഗം, അതുപോലെ ആവശ്യമില്ലാത്ത രോമ വളർച്ച, അതായത് ഹെയർ ഫോളുകള്, പിന്നെ അരിമ്പാറ, പിന്നെ മറുക്, പിന്നെ നമ്മളുടെ ചുളിഞ്ഞ സ്കിന്ന്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഡെർമറ്റോളജി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ആ വേർഡുകൾ വേണമെങ്കിൽ മലയാളം എഴുതി തരാം ഞാൻ, അതിന് ലാസ്റ്റ് എഴുതാം നമുക്ക്. ഓക്കെ, ഒരു ENT കൂടി അങ്ങനെ എടുത്ത് തീർത്തിട്ട് എഴുതാം. ഓക്കെ, യെസ്, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഇയർ, നോസ്, ത്രോട്ട്, ENT എന്ന് പറയുന്ന ഇയർ, നോസ്, ത്രോട്ട് അല്ലെ? നമ്മൾ സാധാരണ കുറച്ച് കൂടുതൽ അടുപ്പമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണിത് അല്ലെ? കുട്ടികളൊക്കെ ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ കുട്ടികളുള്ളവരും ഇപ്പോഴുള്ളവരും എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന, അവിടെ വേദന, തൊണ്ട വേദന എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ ENT-യിലേക്ക് കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ENT-യില് ഈ ഒരു തൊണ്ടവേദന അല്ലെങ്കിൽ കണ്ണ് എന്താ പറയാ ചെവി വേദന, ചെവിക്ക് ചൊറിച്ചില്, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ
ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തോന്നിപ്പോകും. ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഈസ് ദ എയിൽമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് അവർ ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമ്മളുടെ കണ്ണ്, അതുപോലെ തന്നെ മൂക്ക്, ഇയർ, ചെവി, അതുപോലെ ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. എന്നാൽ ഇതിനകത്ത് വീണ്ടും കുറെ ഇഷ്ടംപോലെ ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് സർജറി കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സർജൻ ഉണ്ട്, അതായത് ENT വരുന്ന സർജൻസ് ഒക്കെ, അതായത് സർജറീസ് എല്ലാം തന്നെ ഇയർ, നോസ്, ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ENT സർജൻ ആണ്, ഹു ഈസ് നോൺ ആസ് ഓട്ടോലറിംഗോളജിസ്റ്റ്. അതായത് ENT സർജനെ നമ്മൾ വിളിക്കുന്ന ഒരു സ്പെഷ്യൽ നെയിം ആണ് ഓട്ടോലറിംഗോളജിസ്റ്റ്. അതാണ് ENTയുടെ സർജൻ. അപ്പൊ സർജറി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും, ഓട്ടോലറിംഗോളജിസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ഓർഗൻസ് ഏതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇയർ ഉണ്ട്, പിന്നെ നോസ് ഉണ്ട്. നോസ് മാത്രമല്ല, നേസൽ പാസേജ് മുഴുവനുണ്ട്. അതായത് നമ്മുടെ മൂക്കിൽ കൂടി നമ്മൾ ശ്വാസം ഇൻഹേൽ ചെയ്യുമ്പോൾ അതിങ്ങനെ എവിടേക്ക് എത്തണം? ഹാർട്ട് വരെ എത്തണം, അല്ലെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ അത് അവിടേക്ക് എത്തണമെങ്കിൽ അത് പാസ് ചെയ്ത് പോകുന്ന ഒരു വഴി ഉണ്ടാവുമല്ലോ, അതാണ് പറഞ്ഞേക്കാം. നാസൽ പാസേജ് ഉണ്ട്, പിന്നെ സൈനസസ്, ലാരിങ്സ്, ദാറ്റ് മീൻസ് അവർ വോയിസ് ബോക്സ്, നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുന്ന ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, വോയിസ് ബോക്സിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റ്. ഓറൽ ക്യാവിറ്റി, വായിലൊക്കെ വലിയ പോടൊക്കെ ഉണ്ടാവും പല്ലുകൾക്കൊക്കെ, അത്, മൗത്ത്, ത്രോട്ട്, എല്ലാ പ്രോബ്ലംസും, ആസ് വെൽ ആസ് ദ സ്ട്രക്ചർ ഓഫ് അവർ നെക്ക് ആൻഡ് ഫേസ്, നമ്മുടെ കഴുത്ത്, നമ്മുടെ ഫേസിന്റെ സ്ട്രക്ചർ, ഇതിന് വരെയും ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും ചെവി വേദന, മൂക്ക് വേദന, അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരല്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ, തൊണ്ടവേദന, തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ENT ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ ഇതുവരെയൊക്കെ നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇത്തരം നമ്മളുടെ വോയിസ് ബോക്സിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റ്, ഓറൽ ക്യാവിറ്റിക്ക് ഉണ്ടാകുന്ന ഡിസീസസ്, അതുപോലെ നെക്കിനും ഫേസിലും ഉണ്ടാകുന്ന സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ, ഓക്കെ, നേസൽ പാസേജ്, ഇയർ, നോസ്, ഇതിനൊക്കെ എന്ത് ഡിസീസസ് ബാധിച്ചാലും straightly we can go to the ENT ഡിപ്പാർട്ട്മെന്റിൽ പോകാം. ഇനി മാത്രമല്ല, ഇത് ഓൾസോ പ്രൊവൈഡ്സ്, അപ്പൊ എന്താ പറയാ വന്നത്, ഓക്കെ, വോയിസ് ബോക്സ്, സൈനസസ് വോയിസ് ബോക്സ് ആണ്. വോയിസ് ബോക്സ് അതായത് നമ്മുടെ സൈനസസ്, ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സ്. ഇപ്പൊ ഞാനിങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, സംസാരിക്കുന്നത് എന്റെ സൗണ്ട് ആണ് പുറത്തേക്ക് വരുന്നത്, സൗണ്ട് ആണ് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിലോ സൗണ്ട് വന്നില്ലായിരുന്നെങ്കിലോ ഞാനിങ്ങനെ മിമിക് ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്, അല്ലെ? ഞാനിങ്ങനെ ചുണ്ട് അനക്കാണെങ്കിലോ, ചുണ്ട് അനക്കാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലായോ? ഞാനിപ്പോ എന്തോ പറഞ്ഞു മനസ്സിലായോ? സൗണ്ട് എടുക്കാതെ നമ്മൾ ആ വോയിസ് പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ പറഞ്ഞാൽ എന്റെ ചുണ്ടുകൾ, ലിപ്സ് മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ. ക്യാൻ യു ഹിയർ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങളിലേക്ക് എത്തിയില്ല, ബിക്കോസ് ആ സൗണ്ട് എടുത്തില്ല, ബോക്സ് ഉപയോഗിച്ചില്ല. ബിക്കോസ് എന്റെ ചുണ്ട്, ലിപ്സ് മാത്രം ഞാൻ അനക്കുള്ളൂ, സൗണ്ട് എടുക്കാൻ ഞാൻ തയ്യാറായില്ല. അപ്പൊ ആ സൗണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ ആ സൗണ്ടും നമ്മുടെ ലിപ് മൂവ്മെന്റും രണ്ടും കൂടി ഒരുമിച്ച് ഒരേ സൈമിൾട്ടേനിയസ് ടൈമിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ ഹിയർ ചെയ്യുന്നത്, കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റുകളൊക്കെ വോയിസ് ബോക്സിലൊക്കെ പലർക്കും കംപ്ലൈന്റ് വരും. ജന്മനാ കുട്ടികൾക്ക് അങ്ങനത്തെ വോക്കൽ കോഡ് കംപ്ലൈന്റുകളൊക്കെ ഉണ്ടാകാറുണ്ട് വോയിസ് ബോക്സിലൊക്കെ. അപ്പൊ ചില കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ വരും. ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിലൊക്കെ ഉണ്ടാകുന്ന പോട് വലിയ ഓറൽ ക്യാവിറ്റി എന്നൊക്കെ നമ്മൾ പരസ്യത്തിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ. ഈ പേസ്റ്റിന്റെ പരസ്യത്തിലൊക്കെ കാണിക്കാം, പല്ലിലുണ്ടാകുന്ന വലിയ പോടുകളാണ്. അപ്പൊ അതുവരെ ഇവിടെ ചികിത്സിക്കുന്നുണ്ട് നമ്മുടെ ENT ഡിപ്പാർട്ട്മെന്റില്. പിന്നെ ഇനി എന്തൊക്കെ എയിൽമെന്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് നമുക്ക് നോക്കണ്ടേ? ജനറൽ ആയിട്ടുള്ള ഇയർ, നോസ്, ത്രോട്ട് ഡിസീസസ്, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ചെവി, തൊണ്ട, അതുപോലെ മൂക്ക് സംബന്ധമായിട്ടുള്ള പല രോഗങ്ങള്. പിന്നെന്താ, നെക്ക് ലംസ് ആണ്. നെക്ക് ലംസ് എന്ന് വെച്ചാൽ, നെക്ക് ലംസ് എന്ന് പറയുന്നത് തൊണ്ട, ഇതിന്റെ ഇവിടെ ഒരു ലിംഫ് ഉണ്ട്, ഒരു ലിംഫ് തൊണ്ടയിലെ കൊരക്കിന്റെ അവിടെ ഒരു വള്ളി പോലത്തെ ഒരു സാധനം, ഒരു ഇതുണ്ട്. അത് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, ഇത്തിരി ക്ഷീണിച്ചുള്ള ആൾക്കാരുടെ ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ എന്താ പറയാ, സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കഴുത്തിങ്ങനെ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴൊക്കെ ആ ഒരു വള്ളി അവിടെ കാണാം. ദർ വിൽ ബി സം എൻലാർജ്മെന്റ് ഇൻ ദ പാർട്ട് ഓഫ് ദാറ്റ് ലിംഫ്. ആ നെക്ക് ലിംഫില് കുറച്ച് എൻലാർജ്മെന്റ്, ഒരു തടിപ്പ് പോലെയൊക്കെ തോന്നും. അത് ഡ്യൂ ടു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം, ബാക്ടീരിയ കോസ് ആകാം, വൈറൽ ഇൻഫെക്ഷൻസിന്റെ ഫലമായിട്ടുണ്ടായതാകാം, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് മേ ബി ക്യാൻസർ സംബന്ധമായിട്ടുള്ളതാകാം. ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളും ഇവിടെ ചികിത്സിക്കുന്നുണ്ട്. നെക്ക് ലംസ്,
enlargement on the part of lymph. Neck lymph ഉണ്ടാകുന്ന enlargement ആണ്, which may be caused by bacteria or viral infections or maybe some types of cancer ആകാം. അങ്ങനെയുണ്ട്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ തടിപ്പുകളും മുഴകളും ഒന്നും ക്യാൻസർ അല്ല കേട്ടോ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. എല്ലാ ട്യൂമേഴ്സും എന്താ പറയാ ക്യാൻസർ ട്യൂമേഴ്സ് അല്ല. ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് വേറെ ആയിരിക്കും. വെറുതെ മുഴ, തടിപ്പ് ഇതൊക്കെ ചില അബ്നോർമൽ ഗ്രോത്ത് ആണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താ പറയാ ഹാംഫുൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നെക്കിലും ഇങ്ങനെ ചില ഇൻഫെക്ഷൻസ് കൊണ്ടോ ബാക്ടീരിയയുടെ ഫംഗലിന്റെ ഒക്കെ ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ നെക്കിൽ ഈ ഒരു ലിംഫ് ഇങ്ങനെ എൻലാർജ് ചെയ്തെടുക്കും. അപ്പൊ അത് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാകുള്ളൂ. ഓക്കെ, അപ്പൊ അത് ട്രീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ENT-യിലാണ്. പിന്നെന്താ, ക്യാൻസേഴ്സ് അറ്റ് ദ പാർട്ട് ഓഫ് അവർ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. ഈ കഴുത്ത് അതുപോലെ തലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസറുകൾ. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റ് ഒരെണ്ണം വെട്ടിയേക്കാം. അത് ടൈപ്പ് ചെയ്തപ്പോൾ പ്രിന്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ ക്യാൻസർ അറ്റ് ദ പാർട്ട് ഓഫ് അവർ ഹെഡ് ആൻഡ് നെക്ക്, അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് ഇവിടെ ENT-യിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ? ടിയർ ഡക്റ്റ് നമ്മുടെ കണ്ണുനീര്, നമ്മൾ സാധാരണ കരയാറില്ലേ? കരയും, അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ഓക്കെ, അല്ലെങ്കിൽ ഉള്ളി എരിയുമ്പോ പുക അല്ലെങ്കിൽ എന്താ പറയാ പൊടി ഒക്കെ കണ്ണിൽ പോയി കഴിയുമ്പോ എന്ത് പറ്റും? ഇത് നമ്മളുടെ കണ്ണ് അതിനെ റിഫ്ലക്ട് ചെയ്ത് എങ്ങനെയാ അത് ഇങ്ങനെ പ്രതികരിക്കുന്നത്? എങ്ങനെയാ? കണ്ണുനീര് പുറപ്പെടുവിച്ചിട്ടാണ് അത് പ്രതികരിക്കുക. കണ്ണീർ ഗ്രന്ഥി. അപ്പൊ കണ്ണുനീര് പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി കൂടി കണ്ണുനീര് പുറത്തേക്ക് ചാടിപ്പോരും. ഓക്കെ, പക്ഷേ ഇൻ സം പീപ്പിൾ, കുറച്ച് ആളുകളിലെ ചിലപ്പോ ഈ കണ്ണുനീര് പുറത്തേക്ക് വരില്ല. അവര് കണ്ണുനീര് വരട്ടെ എന്ന് വിചാരിച്ചാലും വരില്ല. ദാറ്റ് മീൻസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കേജ് അവിടെ ഉണ്ടായിട്ടായിരിക്കും ഈ കണ്ണുനീർ പുറത്തേക്ക് വരുന്ന ഡക്റ്റില്ലേ, ഓപ്പണിങ്, ആ ഒരു സുഷിര, അതിൽ കൂടി കണ്ണുനീർ പുറത്തേക്ക് വരാതെ തടയുന്ന, ബ്ലോക്ക് ചെയ്യുന്ന എന്തോ സാധനം അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. എങ്ങനെ? അത് ഡോക്ടേഴ്സ് ഇതൊരു ചെറിയൊരു മെറ്റൽ ഇൻസ്ട്രുമെന്റ് പ്രോബ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തിട്ടില്ലേ, അതിൽ കൂടി സ്റ്റെറിലൈസ് ചെയ്ത എന്തെങ്കിലും മെഡിസിൻ ഒക്കെ വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത ഒരു വാട്ടർ പുഷ് ചെയ്ത് ഫ്ലഷ് ചെയ്യും അതിനകത്തേക്ക്. ഭയങ്കര ഫോഴ്സ്ഫുള്ളി അത് പുഷ് ചെയ്യുമ്പോൾ ആ ഓപ്പണിങ്, ആ ബ്ലോക്കേജ് മാറി ആ ഓപ്പണിങ്ങിലൂടെ കണ്ണുനീര് പുറത്തേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം പ്രോബ്ലംസ്, അതാണ് ടിയർ ഡക്റ്റ്. കണ്ണുനീരിന്റെ ഓപ്പണിങ്ങിലും കണ്ണുനീർ ഗ്രന്ഥിയുടെ ഓപ്പണിങ്ങിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഡിസീസസ് ക്യൂർ ചെയ്യുന്നത് ENT-യിലാണ്. പിന്നെന്താ, ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. ചെവി കേൾക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ബാലൻസിങ്, ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഇന്ന് കോമണാ. ഒത്തിരി ആളുകൾക്ക് ഇയർ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം പ്രശ്നങ്ങളും ഇവിടെയാണ് ക്യൂർ ചെയ്യുന്നത്. സ്നോറിങ്, കൂർക്കം വലി, അതൊരു രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ആയിരിക്കും അതൊരു രോഗമായിട്ട് തോന്നുക. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കുറുക്കം വലിച്ച് നമ്മളറിയില്ലല്ലോ. നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും. ആ ഒരു ഉറക്കത്തിലാണ് കുറുക്കം വലിക്കുക. ഉണർന്നിരിക്കുന്നവർ എന്തായാലും കുറുക്കം വലിക്കില്ല. നമുക്ക് അത്ര വലിയ ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ചിലപ്പോൾ അടുത്ത് കിടക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ചിലപ്പോൾ മേ ബി ഡിസ്റ്റർബൻസ്. അപ്പൊ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ നമുക്ക് ENT-യിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ENT അലർജി പ്രോബ്ലംസ് ഏത് തരത്തിലുള്ള ഇയർ നോസ് ത്രോട്ടും ബന്ധപ്പെട്ട അലർജി പ്രോബ്ലംസ് എല്ലാം. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, സലൈവ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ടല്ലോ, അതിനുണ്ടാകുന്ന ഡിസീസസ്. വോയിസ് ഡിസോർഡേഴ്സ്, ശബ്ദത്തിന്റെ എന്താ പറയാ വോയിസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. നമുക്ക് ഓരോ സ്റ്റേജ് അനുസരിച്ച് നമ്മുടെ സൗണ്ട് മാറി വരും. പ്രത്യേകിച്ച് എന്താ പറയാ ആൺകുട്ടികളിലാണ് ആ ഒരു വോയിസ് ചേഞ്ച് ഒക്കെ കാണാം അല്ലെ? കൊച്ചുകുട്ടിയായിരുന്നപ്പോ കുട്ടിയുടെ സൗണ്ട് എങ്ങനെയാണോ വലുതായി വരുമ്പോഴേക്കും ആ കുട്ടിയുടെ സൗണ്ടിൽ ഒരു ഭയങ്കര വേരിയേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചില കുട്ടികൾ അതങ്ങനെ വേരിയന്റ് ആയിട്ട് അങ്ങനെ അധികം വന്നിട്ടില്ല എങ്കിൽ ഇത്തരം സൗണ്ട് പ്രോബ്ലംസ്, ഡിസോർഡേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അല്ലാതെ ഇടക്കാലത്ത് നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന വോയിസ് ഡിസോർഡേഴ്സും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ENT. ഓക്കെ, അപ്പൊ ഒത്തിരി എയിൽമെന്റുകളാണ് ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ളത്. നമ്മൾ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെന്റുകളാണ് ENT-യിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സലൈവറി ഗ്ലാൻഡ്, ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഗ്ലാൻഡ് വിച്ച് പ്രൊഡ്യൂസസ് സലൈവ, സലൈവറി ഗ്ലാൻഡ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വേഗം ഒന്ന് നോട്ടൊന്ന് വായിച്ചു നോക്കിയേ. വേഗം നമ്മൾ ഇന്നെടുത്തത് മാത്രം, ഇന്നെടുത്ത ഭാഗം.
പെട്ടെന്ന് വായിച്ചു നോക്കാം. മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിൽ ഇങ്ങനെ ഈ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു മാസ്ക്, അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ. നമ്മളുടെ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്ക് വെക്കില്ലേ? ഇപ്പൊ ശ്വാസതടസ്സമൊക്കെ ഉള്ളവർക്ക് ശ്വാസം മുട്ടലൊക്കെ വരുമ്പോ അതിനൊരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മാസ്ക്. ഹോസ്പിറ്റൽസിൽ ഒരുപാട് ശ്വാസം മുട്ടൊക്കെ ഉള്ളവരെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റിൽ കുത്തിയിട്ട് ഒരു മാസ്ക് ഇങ്ങനെ വെക്കും. ആ മാസ്കിന്റെ അകത്ത് ഒരു ഇതുണ്ട്, അതിനകത്തെ കൂടി അവര് എന്താ പറയാ ലിക്വിഡ് ആയിട്ടുള്ള ഒരു മരുന്ന്, എസ്തലിൻ പോലെയുള്ള മരുന്നുകളൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ ശ്വസിപ്പിക്കാനായിട്ട് കൊടുക്കുക. അപ്പൊ അതിങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോ അതിങ്ങനെ വലിച്ചു വലിച്ച് നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. അതുപോലെ ക്യാനുല വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്ലൂക്കോസ് എടുക്കുമ്പോ അല്ലെങ്കിൽ കുറെ ഇഞ്ചക്ഷൻസ് ഒരു ദിവസത്തിൽ തന്നെ ഒത്തിരി പ്രാവശ്യം ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരുമ്പോ ഒക്കെ ഒരു ക്യാനുല ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോ ഇനി കുത്തിട്ട് അവിടെ വെച്ചേക്കും. ഓക്കെ, അതന്നെ കൂടുതലും കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ വെള്ളം ഒരു പ്രത്യേകം വെച്ചിട്ട് പൊട്ടിച്ചവിടെ വെച്ചേക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഞരമ്പെടുത്ത് കുത്തണ്ടല്ലോ, ഓൾറെഡി ഒരു പെയിൻ അവിടെ കിട്ടിയിട്ട് അത് അവിടെ വെച്ചേക്കും. അപ്പൊ ആ ഒരു ക്യാനുലയാണ് അത് വെക്കണേ. അപ്പൊ അതിനകത്ത് കൂടിയാണ് ഇഞ്ചക്ട് ചെയ്ത് മരുന്നുകൾ കയറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് കയറ്റുമ്പോഴും അതിൽ കൂടി കയറാനൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യുന്ന സാധനമാണ് IV ക്യാനുലാസ്. അതിന്റെ ഒരു കളേഴ്സ് ഉണ്ട് കേട്ടോ, ബ്ലൂ, ഗ്രീൻ, ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട്. ആ കളേഴ്സ് അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളൊന്ന് IV ക്യാനുല എന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ എവിടെയെങ്കിലും ഒന്ന് ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ വേരിയേഷൻസ് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞു സാധനം, ഇത് കണ്ടിട്ടില്ല എല്ലാവരും ഈ കയ്യിൽ ഇങ്ങനെ ഒട്ടിക്കുന്നത്. നമുക്ക് തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടാവുമല്ലോ, വല്ല ഗ്ലൂക്കോസ് ഇട്ട് കടത്തിയപ്പോഴോ ഓക്കെ. ആ സാധനമാണ് അതങ്ങനെ വെറുതെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നു. അതിൽ കൂടി ആയിരിക്കും ഇഞ്ചക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. മറ്റേത് മാസ്ക് വെച്ചിട്ട് മാസ്കിലെങ്കിൽ നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മരുന്ന് നമ്മുടെ മൂക്കിലേക്ക് ഒരു എന്താ പറയാ സ്റ്റീം പോലെ അതിനകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം നമുക്ക് അബോധാവസ്ഥയിലേക്ക് വരും, അൺകോൺഷ്യസ് ആകും. പിന്നെ എന്താ ചോദിച്ചത്? ഇൻഹേലർ മീൻസ് ഇങ്ങനെ വായിൽ അടിക്കുന്നതോ? അതാണോ പറഞ്ഞത്? ആ ഇൻഹേലർ ആണോ? അല്ല, ഇത് മാസ്ക് വെച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോ അത് ആസ്മ പ്രോബ്ലംസിനുള്ളതാണ്. അതല്ല, അത് നമ്മൾ അൺകോൺഷ്യസ് ആവണ്ട. അത് വെക്കുമ്പോ അൺകോൺഷ്യസ് ആവില്ല. നമ്മള് ആസ്മ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഇൻഹേലർ എന്ന് പറയുന്ന അവരുടെ ആ ശ്വാസ തടസ്സം അല്ലെങ്കിൽ ആ ഒരു ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ്ട് ചുമ വരുമ്പോഴാണ് ഈ പറഞ്ഞ സാധനം ഇങ്ങനെ അടിക്കുക. അപ്പൊ അതിനൊരു റിലീഫ് കൊടുക്കാനാണ്. മറ്റേത് അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാ. രണ്ട് ഇൻഹേലർ ഒന്നും തന്നെയല്ല. മറ്റേത് മാസ്ക് വെച്ചിട്ട് നമ്മളെ അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാം? അങ്ങനെയാണെങ്കിൽ നോട്ട് കുറച്ച് ഏതൊക്കെ ഉണ്ട് അത് നമുക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്തത് നമുക്ക് ഏതാണ് എഴുതേണ്ട പോർഷൻ ഏതാന്ന് നോക്കട്ടെ. അനസ്തേഷ്യോളജിയിൽ നമുക്ക് ഒന്നും തന്നെ എഴുതാനില്ല. ആ തന്നിരിക്കുന്ന നോട്ടിൽ എല്ലാം തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഒരു സാധനം നമുക്ക് അവിടെ എഴുതാനില്ല. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല. ബിക്കോസ് അതിനകത്തും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഡെർമറ്റോളജി ഒന്ന് എഴുതിയേക്കാം. ഹെഡിങ് എഴുതാം, ഡെർമറ്റോളജി. ഡെർമറ്റോളജി ഡെർമറ്റോളജി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ഏതാണ് വേണ്ടത്? വെനേറിയൽ ഡിസീസസ്. അതിന്റെ മലയാളം ഒന്ന് എഴുതി വെച്ചേക്കാം. വെനേറിയൽ ഡിസീസസ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മറന്നുപോയാലോ ഓർത്തില്ലെങ്കിലോ. വെനേറിയൽ ഡിസീസസ്, ലൈംഗിക രോഗങ്ങൾ. ലൈംഗിക രോഗങ്ങൾ. ദെൻ ആ ഓരോ വാക്കുകളും ഒന്നും മലയാളം എഴുതി വെച്ചേക്കാം. ആക്നെ, ACNE, ആക്നെ, മുഖക്കുരു. എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അറിയാവുന്നവർ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് എന്തൊക്കെയാണ്? അപ്പൊ നമ്മള് ഈ ഡെർമറ്റോളജി ആണല്ലോ, അപ്പൊ അത് ഏതൊക്കെ ആണെന്നൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാ. ആക്നെ, സ്കാർ, അത് മുഖക്കുരുവാണ്. സ്കാർ, അടുത്തത് സ്കാർ, അടയാളം അല്ലെങ്കിൽ പാട് എന്നൊക്കെയാണ്. നഷ്ടപ്പാടല്ല കേട്ടോ, പക്ഷേ നമ്മള് എവിടെയെങ്കിലുമൊക്കെ വല്ല കറുത്തതോ വെളുത്തതോ ഒക്കെ ആയിട്ടുള്ള ചില പാടുകൾ, അതാണ് സ്കാർ. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. ഏതാ സ്പെല്ലിങ്? നോട്ടില്ലേ കയ്യിലെ? നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ, കാണുന്നില്ലേ?
സ്കാറോ, SCAR, സ്കാർ, പാട് അല്ലെങ്കിൽ അടയാളം. SCAR. അടുത്തത് പിഗ്മെന്റേഷൻ, PIGMENTATION. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. വിറ്റിലിഗോ, VITILIGO, വിറ്റിലിഗോ, പാണ്ഡുരോഗം. വിറ്റിലിഗോ, പാണ്ഡുരോഗം. ഹെയർ ഫോൾ, ഹെയർ ലോസ് ഒന്നും വേണ്ടല്ലോ, അൺവാണ്ടഡ് ഹെയർ വേണ്ട. മോൾസ്, MOLES, മോൾസ്, മറുക്. മോൾ, മറുക്. വാർഡ്സ്, WARTS, വാർഡ്സ്, അരിമ്പാറ. ഏജിങ് സ്കിന്ന്, ചുളിവുകളുള്ള, അതാണ് വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന സ്കിൻ. അതുപോലെ തന്നെ റിംഗ്ലിങ്, ചുളിവുകൾ ഉള്ളത്, അതിന്റെ ആവശ്യമില്ല. അതൊക്കെ റിംഗ്ലിങ്, ചുളിവുള്ളത് എന്ന് എഴുതിയാൽ മതി. ചുളിവുള്ള, പ്രായാധിക്യം കൊണ്ടുള്ള സ്കിന്ന്. ഓക്കെ. അടുത്തത് ഇയർ, നോസ്, ത്രോട്ട്. ENT ഏതാ? ENT എന്ന് പറയുന്ന ഹെഡിങ് ഏതാ? ENT. അതിന്റെ താഴെ ENT സർജൻ എന്നെഴുതാം. ENT സർജൻ, SURGEON. ENT സർജൻ. ഒരു ഹൈഫൺ ഇട്ടിട്ട് ഓട്ടോലറിംഗോളജിസ്റ്റ് എന്നെഴുതാം. സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാ. ഓട്ടോലറിംഗോളജിസ്റ്റ്. ENT surgeon is known as otolaryngologist. Otolaryngologist. Okay. Next one, neck lump ida. Neck lump. NECK. Neck lump. ഒരു ഹൈഫൺ ഇട്ടിട്ട് ida. Enlarged. ENLARGED. Enlarged neck lymph. Neck lymph. LYMPH. Lymph എന്നാണ്. LYMPH. Neck lymph caused by, caused, CAUSED. Caused by bacteria. എഴുതാൻ പറ്റുന്നില്ലേ? എഴുതാൻ പറ്റുന്നുണ്ടോ? Enlarged neck lymph. ഓക്കെ, എഴുതാൻ പറ്റുന്നുണ്ട്. Enlarged neck lymph, LYMPH. Neck lymph caused by, CAUSED. Caused by bacteria, BACTERIA. Bacteria, viral infections. Viral infections, cancer, etc. Cancer, etc. Caused by bacteria, viral infections, cancer, etc. Okay. Next. Neck lump ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞേ. അടുത്തത് tear duct. Tear duct problem. Tear duct problem. ഇതും കൂടി ഉള്ളൂ നമുക്ക് എഴുതാം. Tear duct problem. Probing using a, PROBING. Probing using a thin metal instrument. Thin metal, METAL, metal instrument through THROUGH, through the tear duct. Through the tear duct to open the blockage. To open the blockage by flushing, FLUSHING. By flushing sterile water. By flushing sterile water to make the pathway clear. To make the pathway clear. To make the pathway clear.
അതായത് കണ്ണുനീര് വരുന്ന ആ ഭാഗത്ത് ഉണ്ടാകുന്ന തടസ്സം നീക്കി സ്റ്റെറൈൽ വയർ പുഷ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്തിട്ട് ആ തടസ്സം നീക്കി ആ പാത്വേ ആ ഒരു വഴി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ചെറിയ മെറ്റൽ ഇൻസ്ട്രുമെന്റ് പ്രോബ് ചെയ്തിട്ട് അകത്തേക്ക് കടത്തിവിട്ടിട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നം, ആ പ്രശ്നമാണ് ടിയർ ഡക്റ്റ്. അത് ഒന്ന് എന്താ പറയാ ഇല്ലാതാക്കി കൊടുക്കുന്നതാണ്. ടിയർ ഡക്റ്റ് പ്രോബ്ലംസും ഇല്ലാതാക്കി കൊടുക്കുന്നത് നമ്മുടെ ENT-യിലാണ്. ഓക്കെ, ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാമോ? ഒന്ന് നോട്ട്. സമയം കഴിഞ്ഞു എന്റെ. എഴുതാത്തവരും എല്ലാവരും ആരും എഴുതിയിട്ടില്ലേ? എഴുതിയവരുണ്ടോ കംപ്ലീറ്റ് ആയിട്ട്? ക്യാൻ യു പ്ലീസ് ഡിക്റ്റേറ്റ്? ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാമോ? ഓക്കെ, ഏഞ്ചൽ മാരിയ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് അവളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് എടുത്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അടുത്ത ദിവസം കൂടി നന്നായിട്ടൊക്കെ വായിച്ചൊക്കെ നോക്കിയിട്ട് കയറുക കേട്ടോ. എല്ലാവരും നോക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാരണം ചോദിക്കുമ്പോ അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ വെരി ഗുഡ്. അതുപോലെ തന്നെ കീപ് ഇറ്റ് അപ്പ്. എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെ എല്ലാ ദിവസവും എടുക്കുന്ന ടീച്ചേഴ്സ് അപ്പൊ തന്നെ എടുക്കുന്നത് ഒന്ന് പഠിച്ചിരിക്കുക. കണ്ടല്ലോ. അപ്പൊ നോക്കി നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്തപ്പോ there are 72 72 പേരാണ് ഇപ്പൊ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയപ്പോ ഞാൻ എണ്ണി ചെയ്യുന്നല്ലോ. ആരെങ്കിലും ഓർക്കണ്ടോ? എണ്ണി എത്രയാ പറഞ്ഞേ? 36. യെസ്, 36 ആണ് ഞാൻ പറഞ്ഞത് തുടങ്ങിയപ്പോ. ദാറ്റ് മീൻസ് അതിന്റെ പകുതിയിലധികം ആളുകളും ഇപ്പോഴാണ് ലാസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് കുറച്ചുകൂടി ഒന്ന് അലേർട്ട് ആകുക. ക്ലാസ് തുടങ്ങുമ്പോ തന്നെ ജോയിൻ ആകാനായിട്ട്. അതായത് 1:30 ക്ലാസ്സെങ്കിൽ ഒരു 2 മിനിറ്റ് മുമ്പ് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും നോക്കുക. ഇനി ഞാൻ പറയില്ല എന്നാ പറഞ്ഞത്. ക്ലാസ്സിന്റെ തുടക്കം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും ഞാൻ എന്താ അവിടെ പറഞ്ഞത്. റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. വീണ്ടും ഞാൻ പറയാനായിട്ട് ഇനി ആഗ്രഹിക്കുന്ന